നമ്മളിപ്പോൾ എന്തിനാ വന്നതെന്നറിയാം? കൂലി മൂവി റിവ്യൂ അതെന്താണ് ഞാൻ ഇത്ര താമസിച്ചെന്നല്ലേ? ഇവിടെ ഇപ്പോഴാണ് ഹംഗറിയിൽ ഇപ്പോൾ റിലീസായി. അപ്പം ഹംഗറിയിൽ ഇരുന്നുകൊണ്ട് കൂലി മൂവി കണ്ടപ്പം എനിക്ക് തോന്നിയ കാര്യം അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഈ പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. പക്ഷേ നിങ്ങൾ അധികം വേറൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? നമ്മളെല്ലാം ചിന്തിക്കും അനിരുദ്ധിൻ്റെ മ്യൂസിക് അത് തന്നെയാണ്. അതിനൊരു കുഴപ്പം ഞാൻ തോന്നില്ല. പ്ലസ് രജനിയുടെ സ്റ്റൈൽ, പഴയ സ്റ്റൈൽ, രജനിയുടെ സ്റ്റൈൽ എല്ലാം അന്യായം. അതിനൊരു ഇത് കുഴപ്പമില്ല. അതിന് സ്റ്റൈല്, ഫൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് രണ്ടും കൂടെ ചേർന്ന അനിരുദ്ധ് പ്ലസ് രജനീകാന്ത് ചേർന്നാൽ ഒരു മാസ് പടം വരും. പടത്തിന് അത്രയും പോരെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അവന് പിഴച്ചു. ആർക്ക് പിഴച്ചു? ലോകേഷ് കനകരാജിന് പിഴച്ചു. എന്നെ പണി വെച്ചിരിക്കണ്ണ ഇത്. എന്നമോ പണി വെച്ചിருக்கு. ലോകേഷ് അണ്ണൻ്റെ റൈറ്റിങ് എങ്കെയോ പോകുന്നത്. ഒരു കണ്ടിന്യൂഷനും ഇല്ലാതെ അണ്ണ എങ്കെയോ കൊണ്ട് മുട്ടിക്കുന്നു. പിന്നെ ഒരു പ്രശ്നം കൂടെ, ജയിലറിലെ പോലെ വൈഡ് കാസ്റ്റ് എൻട്രി വിത്ത് പല ഭാഷകളിൽ നിന്നുള്ള ആൾക്കാരാകുമ്പോൾ അധിക വരുമാനം പ്രതീക്ഷിച്ച് സൺ പിക്ചേഴ്സ് ആണോ അതോ ലോകേഷ് ആണോ ഈ കാസ്റ്റിംഗ് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. അത് അവരെ അനാവശ്യമായി പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അമീർ ഖാനെ ഒരു ബീഡിയുടെ പരസ്യമൊക്കെ ചെയ്യാൻ വേണ്ടി, അതും ചേരൻ ബീഡിയുടെയും AC ബീഡിയുടെയൊക്കെ പരസ്യം ചെയ്യാൻ വേണ്ടി അമീർ ഖാനെയൊക്കെ തോക്കും കൊണ്ടുവന്ന് പരിപാടി അവതരിപ്പിച്ചത് മോശമായിപ്പോയി. അതുകൊണ്ട് ഫുൾ റിവ്യൂ യൂട്യൂബിലുണ്ട്, ഫുൾ വീഡിയോ ഉണ്ട്, പോയി കണ്ടേര്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.